സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ പൊതുജനാഭിപ്രായവും ജനപ്രിയതയും അളക്കാനുള്ള ഒരു ബാരോമീറ്ററായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ബാരോമീറ്റർ അത്രയും പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ കമ്പനികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളിലേക്കും സമ്പന്നരായ വ്യക്തികളിലേക്കും അത് എത്തിച്ചേരുകയാണ്. എല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ നേടാൻ വലിയ തുകകൾ മാർക്കറ്റിങ്ങിനും ഇൻഫ്ലുവൻസർമാർക്കും വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധ നേടാനും അനുയായികളെ കൂട്ടാനുമായി എതിരാളികളെ തകർക്കുവാനുമുള്ള നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച വ്യാജ ചിത്രങ്ങൾ, വീഡിയോകൾ, അതേപോലെ തന്നെ ശബ്ദങ്ങൾ മുതൽ മെസ്സേജ് ഫ്രോഡുകൾ വരെയുള്ള അതിക്രമ രീതികളും ഉപയോഗിക്കാൻ ഇവർ പിന്നോട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം ലോകമെമ്പാടും സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ വൻ വളർച്ചയിലും മെറ്റ, അതേപോലെ തന്നെ ആൽഫബറ്റ്, മുൻകാല ട്വിറ്ററായിരുന്ന എക്സ് പോലെയുള്ള സോഷ്യൽ മീഡിയ കമ്പനികളുടെ നെറ്റ്വർത്ത് ഉയർന്നു വരുന്നതിലും ഇത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. 2010 ശേഷം ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയുടെ വളർച്ച അത്യന്തം വേഗതയിലാണ് നടന്നത്. ഇപ്പോൾ മെട്രോയിലും ബസ്സുകളിലും യാത്ര ചെയ്യുമ്പോൾ സ്മാർട്ട് ഫോണുകളിൽ സോഷ്യൽ മീഡിയ പതിഞ്ഞു കിടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ രാവിലെ അയക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളുടെ പ്രളയം, ഇതെല്ലാം തന്നെ ആ വളർച്ചയ്ക്ക് തെളിവുകളാണ്. ഇപ്പോൾ 2014 വാട്സപ്പിന് 50 മില്യനും യൂട്യൂബിന് 70 മില്യനും ഇൻസ്റ്റാഗ്രാമിന് 10 മില്യനും ഉപയോക്താക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 24ഓടുകൂടി അത് ക്രമമായി 535 മില്യൻ, 491 മില്യൻ, 413 മില്യൻ ആയി ഉയർന്നു. പരമ്പരാഗത രാഷ്ട്രീയ സമീപനം പുലർത്തിയിരുന്നെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയെ പിടിച്ചടക്കിയ ആദ്യ പാർട്ടിയായി മാറി. ഇപ്പോൾ 2007 AIT BHUവിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് നേടിയ അരവിന്ദ് ഗുപ്ത നേതൃത്വം നൽകിയ IT സെൽ അവർ പ്രവർത്തനം ആരംഭിച്ചു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഗുപ്തയുടെ നേതൃത്വത്തിൽ തന്നെ 2007 ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ 2009 ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് പേജും തുറക്കുകയുണ്ടായി. അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഇവ വലിയ പരിചിതമുള്ള ഒരു സംഭവമായിരുന്നില്ല. മറ്റ് ഇന്ത്യൻ രാഷ്ട്രീയക്കാർ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ നഗരങ്ങളിൽ കഴിയുന്ന മധ്യവർഗം, മേൽവർഗം സോഷ്യൽ മീഡിയയെ ആദ്യം ഏറ്റെടുത്തപ്പോൾ മോദി അതിനെ ആശയവിനിമയത്തിൻ്റെയും വോട്ടർമാരുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെയും ശക്തമായ ആയുധമാക്കി. 2014 ചരിത്ര വിജയം പലരും മഹത്തായ മാർക്കറ്റിംഗ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിനുശേഷം 2015 അമിത് മാൽവിയ BJPയുടെ IT സെൽ തലവനായി. അന്ന് ഗുപ്തയെ നാഷണൽ ടെക്നോളജിയുടെ ഹെഡ് സ്ഥാനത്തേക്ക് ഉയർത്തി പാർട്ടിയുടെ ഡിജിറ്റൽ ഔട്ട്റീച്ച് നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തി. ഇതോടെ BJPയും മോദിയും സോഷ്യൽ മീഡിയയിൽ ഒരു ഭീകര സാന്നിധ്യമായി മാറി. വർഷങ്ങൾക്കുള്ളിൽ മോദിയുടെ യൂട്യൂബ് ചാനൽ 28.8 മില്യൺ സബ്സ്ക്രൈബർമാരും 7.56 ബില്യൺ കാഴ്ചക്കാരും ഉള്ള ഒരു ചാനലായി മാറി. അദ്ദേഹത്തിൻ്റെ ട്വിറ്ററും 108 മില്യണാണ്. ഫേസ്ബുക്ക് പേജ് 50 മില്യൺ, കോടിക്കണക്കിന് ആരാധകരുടെ കേന്ദ്രമായി. മാൽവിയ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ച എക്സിൽ പ്രതിപക്ഷത്തിനെതിരെ കഠിനമായ ആക്രമണങ്ങൾ നടത്തുന്നതിൽ പേടിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ, BJP ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളും എഡിറ്റ് ചെയ്ത, ഫോട്ടോഷോപ്പ് ചെയ്ത വീഡിയോകൾ പ്രചരിപ്പിച്ച് പ്രതിപക്ഷത്തെ മോശമായി ചിത്രീകരിക്കുന്നതിലും അദ്ദേഹം പ്രസിദ്ധനാണ്. ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ വെറും 59 സീറ്റുകൾ മാത്രം നേടി ചരിത്രത്തിലെ ഏറ്റവും മോശം തോൽവി അനുഭവിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 19.3% വോട്ട് ശതമാനത്തിൽ താഴ്ന്നതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത്. ദിവ്യ സ്പന്ദനയെ നിയമിച്ച് സോഷ്യൽ മീഡിയ സെല്ല് അവർ സ്ഥാപിച്ചു. അവർ കോൺഗ്രസിൻ്റെ സന്ദേശങ്ങളെ കൂടുതൽ തീക്ഷ്ണവും വിനോദാത്മകവുമാക്കി രാഹുൽ ഗാന്ധിയുടെ വ്യക്തിഗത ബ്രാൻഡിങ്ങിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2015 രാഹുൽ ഗാന്ധി എക്സിലെത്തിയപ്പോൾ അത് വലിയൊരു ചലനമായിരുന്നു. എങ്കിലും 2017 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലും 2019 പൊതു തെരഞ്ഞെടുപ്പിലും വന്ന പരാജയത്തിന് ശേഷം മോഹൻ ഗുപ്തയെ 2019 സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ തലവനാക്കി. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായൊന്നും ഇടപെടാനായില്ല. പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ടുപോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ 2022 സുപ്രിയ സെനറ്റ് അധ്യക്ഷനായി. അവർ സോഷ്യൽ മീഡിയയിൽ വേഗത്തിലുള്ള മറുപടികൾ നൽകുന്നതിൽ പ്രസക്തയാണ്. ഇപ്പോൾ DMKയും അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടി, CPIML, ലിബറേഷൻ എന്നിവ ഒഴിച്ചാൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈകിയാണ് പ്രവേശിച്ചത്. ഇപ്പോൾ സമാജ്വാദി പാർട്ടി, RJD, CPIM എന്നിവർ 2017 മാത്രമാണ് സോഷ്യൽ മീഡിയയെ ഗൗരവമായി സ്വീകരിച്ചത്. 2024 തെരഞ്ഞെടുപ്പിന് മുമ്പായി കോൺഗ്രസ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും സ്വീകരിച്ച് 5 ന്യായ് എന്ന 5 ഗ്യാരണ്ടികൾ പ്രചരിപ്പിക്കാൻ ഡിജിറ്റൽ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ലൈക്കുകൾ, ഷെയറുകൾ, കാഴ്ചകൾ എന്നിവയെ മുൻനിർത്തിയ കോൺഗ്രസിൻ്റെ ശ്രമം BJPയെ മറികടക്കാൻ സഹായിച്ചിട്ടുണ്ട്. യൂട്യൂബിലെ കോൺഗ്രസിന് 6.62 മില്യൺ സബ്സ്ക്രൈബർമാരാണുള്ളത്.
BJPക്ക് 6.25 മില്യൺ. ഇൻസ്റ്റാഗ്രാം കോൺഗ്രസിന് 9.6 മില്യൺ, BJPക്ക് 8.3 മില്യൺ. ഫേസ്ബുക്ക് BJP 17 മില്യൺ, കോൺഗ്രസ് 8.1 മില്യൺ. രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് 9.74 മില്യൺ, സബ്സ്ക്രൈബർമാർ 2.68 ബില്യൺ കാഴ്ചകളാണുള്ളത്. ഇപ്പോൾ 2014 മുതൽ തന്നെ BJP വാട്സപ്പും ഫേസ്ബുക്കും ഭീമമായ രീതിയിൽ ഉപയോഗിച്ചു. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിനെ വാട്സപ്പ് ഇലക്ഷൻ എന്നാണ് വിശേഷിക്കപ്പെട്ടത്. 50 ലക്ഷം വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അവർ പ്രചരണം നടത്തി. ഒരേ ദിവസം 1 മുതൽ 1.5 ലക്ഷം പുതിയ വോട്ടർമാരെ അവർക്ക് ലക്ഷ്യമിടാൻ കഴിഞ്ഞു. ബൂത്ത് തലത്തിൽ 3 ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പം അമിത്ഷാ തന്നെ 2018 സൈബർ വാരിയേഴ്സിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് സത്യമായാലും കള്ളമായാലും മധുരമായാലും കയ്പുള്ളതായാലും ഏത് സന്ദേശവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പം 2014 പ്രചരിച്ച ഒരു ഫോട്ടോഷോപ്പ് ചിത്രമുണ്ട്. അത് 1988 റാലിയിൽ മോദി നിലം വാരുന്നതായിരുന്നു. പിന്നീട് RTA വഴി അത് വ്യാജമാണെന്ന് തെളിഞ്ഞെങ്കിലും അത് BJPക്ക് ഒരുപാട് പ്രചരണ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് പ്രകാരം 1.5 ലക്ഷം സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ ഭയങ്ങൾ ചൂഷണം ചെയ്യുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം, രാഹുൽ ഗാന്ധി ഉരുളക്കിഴങ്ങ് കൊണ്ട് സ്വർണ്ണമുണ്ടാക്കാവുന്ന മെഷീൻ ഉണ്ടാക്കുമെന്ന വ്യാജ വീഡിയോ പല ഫാക്ട് ചെക്കുകളും അടക്കം തെറ്റാണെന്ന് തെളിയിച്ചിട്ടും മോദി തന്നെ പലപ്പോഴും അത് രാഷ്ട്രീയ പരാമർശമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾട്ട് ന്യൂസ്, ബൂം ലൈവ്, ഫാക്ട്ലി തുടങ്ങിയ ഫാക്ട് ചെക്കർമാർ മിസ് ഇൻഫോർമേഷൻ വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ വേഗത്തിൽ മറുപടി നൽകുന്ന തന്ത്രം സ്വീകരിക്കുന്നുണ്ട്. എങ്കിലും 20 വർഷമായി വൻ സാമ്പത്തികവും മാനവ വിഭവശേഷിയും വിനിയോഗിച്ച BJPയുടെ ഡിജിറ്റൽ സാമ്രാജ്യത്തെ നേരിടാൻ പ്രതിപക്ഷത്തിന് കൂടുതൽ ശക്തമായ പരിശ്രമം ആവശ്യമുണ്ട്. നുണകൾ ഇങ്ങനെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ട് വർഗീയതയെ അടക്കം പ്രചരിപ്പിക്കാനുള്ള വലിയ നിലയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ നടക്കുമ്പോൾ നവമാധ്യമ രംഗത്തെ ഇടപെടൽ സജീവമാക്കുക എന്നത് ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ കുതിപ്പിന് അനിവാര്യമാണ്.